കുറഞ്ഞ മൂല്യമുള്ള പണികൾ ചെയ്യുന്നത് നിങ്ങൾ എത്ര കുറയ്ക്കുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ സമയവും ജീവിതവും നിങ്ങളുടെ കൺട്രോളിലാകും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി പ്രൊക്രാസ്റ്റിനേഷൻ എന്നത് ഒരു മോശം ശീലമാണ്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. എന്നാൽ ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നത് അതിന്റെ മറുവശമാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമല്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം മാറ്റിവെക്കുക. അതിലൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. അതുതന്നെയാണ് വിജയികളുടെ രഹസ്യം. ടൈം മാനേജ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇല്ല, വേണ്ട എന്നിവ. അത് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാതെ വ്യക്തമായി പൊളൈറ്റായി പറയുക. ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായ വാറൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ രഹസ്യങ്ങളിലൊന്നായി പറഞ്ഞതും ഇതുതന്നെയാണ്. ഏതു നിമിഷത്തിലും തനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നാത്ത കാര്യങ്ങൾക്ക് വേണ്ട എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് ഇത്രയും ശക്തി? മിക്കപ്പോഴും നാം ദിവസം മുഴുവനും ബിസിയായിരിക്കും, പക്ഷേ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഒന്നും കംപ്ലീറ്റ് ആക്കാറുമില്ല. കാരണം വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, റാൻഡം യൂട്യൂബ് വീഡിയോസ്, ചെറിയ ചെറിയ യൂസ്ലെസ് ടാസ്ക്, ഇവയെല്ലാം നമ്മുടെ സമയമാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിജയികൾ എന്തു ചെയ്യും? അവർ കൃത്യമായും തീരുമാനിക്കും, ഞാൻ ഈ കാര്യം ഇന്ന് ചെയ്യില്ല, ഞാൻ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. അതെ, യു ക്യാൻ ഡു എനിത്തിങ് ബട്ട് നോട്ട് എവ്രിതിങ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല, പക്ഷെ പ്രധാനപ്പെട്ടത് ചെയ്യാൻ തീർച്ചയായും സമയമുണ്ടാകും. അതുകൊണ്ട് പ്രയോറിറ്റീസ് തിരഞ്ഞെടുക്കുക. പ്രധാനമല്ലാത്തവ മാറ്റിവെക്കുക. ഒരു ഉദാഹരണം നോക്കാം. ഒരു സ്റ്റുഡന്റ് എക്സാം അടുത്തു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കുക, റിവിഷൻ ചെയ്യുക. പക്ഷേ ചെയ്യുന്നത് ഇവയാണെങ്കിലോ? മൊബൈൽ, TV, ടൈം വേസ്റ്റ്. റിസൾട്ട് എന്താകും? ഫെയിൽ. പക്ഷേ സ്മാർട്ട് സ്റ്റുഡൻസ് എന്തു ചെയ്യും? മൊബൈൽ മാറ്റിവെക്കും, സോഷ്യൽ മീഡിയ ഇഗ്നോർ ചെയ്യും, പഠനത്തിൽ ഫോക്കസ് ചെയ്യും, നല്ല റിസൾട്ട് നേടും. അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്? ഓരോ ദിവസവും പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ തലേന്നു രാത്രിയിലോ പിറ്റേന്ന് രാവിലെയോ പ്ലാൻ ചെയ്തു തുടങ്ങുക. ചെയ്യേണ്ട ടാസ്കുകൾ 2 ഭാഗമാക്കുക. ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ചെയ്തു തീർത്തതിനു ശേഷം മാത്രം നോട്ട് ഇമ്പോർട്ടന്റിന്റെ ഭാഗത്തേക്ക് നോക്കുക. സമയം കളയുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തിരഞ്ഞെടുക്കുക. അത് കംപ്ലീറ്റ് ആകുന്നതുവരെ സ്റ്റോപ്പ് ചെയ്യരുത്. ഉദാഹരണത്തിന് പഠിക്കുകയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയോ ചെയ്യുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെക്കാം, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്താൽ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാത്രം ഫുൾ ഫോക്കസ് കൊടുത്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇരട്ടിയാകും. അപ്പോൾ ഇന്നു തന്നെ നിങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് ഉപേക്ഷിക്കേണ്ട, സമയം മെനക്കെടുത്തുന്ന പണികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മൂല്യമുള്ള പണികൾ ഏറ്റവും പ്രധാനമായി ചെയ്യുക. ഇഫ് യു ഡോണ്ട് ചൂസ് വാട്ട് ടു ഇഗ്നോർ, യുവർ ലൈഫ് വിൽ ചൂസ് ഇറ്റ് ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിനായി ചെയ്യേണ്ടത് എന്തെന്നും മാറ്റിവെക്കേണ്ടത് എന്തെന്നും നിങ്ങൾ തീരുമാനിക്കാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യുക. നിങ്ങളുടെ ഓരോ മണിക്കൂറിലും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് മാത്രം ചെയ്യുക, അല്ലാത്തവ പിന്നത്തേക്ക് മാറ്റിവെക്കുക. അതാണ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.